പ്രിയരെ, ജീവാംശം ആരോഗ്യവേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അലർജി. ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തിലുണ്ടാകുന്ന അലർജി രോഗത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇപ്പം മിക്കവാറും വീടുകളിലെ കുട്ടികളായാലും ശരി, വലിയവരായാലും ശരി, നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ ശക്തമായ തുമ്മൽ, മൂക്കൊലിപ്പ്, അതുപോലെ തന്നെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടാകാം. ഒന്ന്, മനുഷ്യൻ്റെ ബ്ലഡിലുണ്ടാകുന്ന അലർജിക് രോഗങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുക. അത് ECG അല്ലെങ്കിൽ EGG, ഇത് ടെസ്റ്റിലുണ്ടാകുന്ന ഈ ബ്ലഡിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അലർജികൾ ആദ്യമായി കണ്ടുപിടിക്കുക. ഒന്ന്, അത് അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മൂക്കിൽ, കുട്ടികളായാലും ശരി വലിയവരായാലും, നേസൽ പോളിപ്പ്, മൂക്കിലൊരുമാതിരി നമുക്കറിയാം, പോളിപ്പ് പോലെ തള്ളി വരും. ശ്വാസം വലിക്കുമ്പോൾ പുറത്തോട്ട് വിടുമ്പോഴും ഒരു വല്ലാത്ത ശബ്ദത്തോടു കൂടിയാണ് മൂക്കൊലിപ്പ്. അത് മൂക്കിൽ കൂടെ ഇങ്ങനെ ഒഴുകുക. ഞാൻ പല പ്രദേശങ്ങളിലും പോയി മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിയ കൂട്ടത്തിൽ ഒരു സ്കൂളിൽ ചെന്നപ്പോൾ 80% കുട്ടികളുടെയും മൂക്കുകൾ പോളിപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുക. അവർക്കെല്ലാം അലർജിയും തുമ്മലുമായിട്ടാണ്. അപ്പോൾ ഈ ടീച്ചേഴ്സ് പറയുന്നു, കുട്ടികൾ പലരും വരാതിരിക്കുന്നതിൻ്റെ കാരണം ഈ അലർജി ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ പല സ്കൂളുകളിലും നോക്കിയപ്പോൾ ഈ നേസൽ പോളിപ്പിന് സുന്ദരമായ നല്ല മരുന്ന് നമുക്ക് ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് അത് പരിപൂർണമായിട്ടും മാറ്റാം. രണ്ടാമത്, ഞാൻ ആ സ്കൂളിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഈ 80 കുട്ടികളും, ശരാശരി 80% കുട്ടികളിലും ഹോമിയോപ്പതി മെഡിസിൻസ് കൊടുത്ത് അത് പൂർണ്ണമായി രണ്ടാമത് ചെന്നപ്പോൾ ഒറ്റ കുട്ടികളുടെയും ആ പോളിപ്പില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. മൂന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നത്, ഇപ്പം സാധാരണ സൈനസൈറ്റിസ് ഒരു നിസ്സാര കാരണമാണ്, വലിയ വില്ലൻ തന്നെയാണ്. ഈ അലർജിയുടെ ഏറ്റവും വലിയ ഒരു വില്ലനായിട്ട് സൈനസ് ഗ്രന്ഥിയിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, സൈനസൈറ്റിസ്, ഫ്രോണ്ടൽ സൈനസൈറ്റിസ്, അതായത് നെറ്റിക്കകത്ത് മൂക്കിൽ കൂടെ ശ്വാസം പോകാതിരിക്കുക. ആ ഭാഗത്ത് നല്ല തലവേദനയും അതിൽ കൂടെ ചെറിയ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന ഏത് സമയത്തും തലവേദന ഇങ്ങനെ മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാകുക, അതൊരു പ്രത്യേക കാരണമാണ്. അത് സൈനസൈറ്റിസ് കൊണ്ട് ആണ് ഈ നെഞ്ച് തുമ്മൽ, അതുപോലെ തന്നെ മൂക്കടപ്പും, അതുപോലെ തന്നെ എപ്പോഴും ഏത് സമയത്ത് അലർജിക് ആയിട്ടുള്ള ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകാം. അതിനൊരു പ്രധാന ഘടകം ഈ ഫ്രോണ്ടൽ സൈനസ്. ഈ സൈനസ് നമ്മൾ കണ്ട് മനസ്സിലാക്കി, അതെന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഒരു പരിധി വരെ 80%, 90% വരെയും ഈ അലർജിക് റൈനൈറ്റിസ് അല്ലെങ്കിൽ മൂക്കൊലിപ്പ് ഇത് തടയാൻ സാധിക്കുമെന്നുള്ളതാണ്. എൻ്റെ 55 വർഷത്തെ എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. റൈനൈറ്റിസ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. പിന്നെ അത് കൂടാതെ മറ്റ് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ, ചില ഭക്ഷണങ്ങൾ നമ്മൾക്ക് അലർജിയായിട്ട് വരാം. അതിന് നമ്മൾ ചെയ്ത് എന്താണോ കഴിക്കുന്നത് ആ ഭക്ഷണം ഉള്ളിൽ ചെല്ലുമ്പോൾ അത് ഒരു അലർജിക് ആയിത്തീരും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് അനുയോജ്യമല്ലാത്ത ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭക്ഷണ രീതി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചില ഭക്ഷണങ്ങൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുക, പെട്ടെന്ന് എന്തെങ്കിലും എടുത്ത് കഴിക്കുക, അത് നമ്മുടെ ശരീരത്തിന് പിടിക്കാത്ത ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും. ചിലപ്പോൾ വോമിറ്റിംഗ് ഉണ്ടാകാം, ചിലപ്പോൾ ലൂസ് മോഷൻ ഉണ്ടാകാം. ഇതും ഈ പ്രധാനപ്പെട്ട ഈ അലർജിക് അസുഖത്തിൻ്റെ പ്രധാന കാരണമാണ്. അത് മനസ്സിലാക്കി കണ്ട് അതിന് വേണ്ട പ്രതീതി ചെയ്തുകൊണ്ട് അതിനെ കംപ്ലീറ്റ് മാറ്റുക എന്നുള്ളതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അത് രക്തത്തിൽ കലർന്ന് ചില അതിൻ്റെ അകത്തുള്ള വിഷാംശങ്ങൾ ബോഡിയിൽ നിന്നിട്ട് അത് ഒരു വലിയ ഒരു അലർജിക് അർട്ടിക്കേറിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൊറിഞ്ഞ് തടിക്കുക. ഇത് ഒരു പ്രധാനപ്പെട്ട ഘടകമായി. ചില പറയും എൻ്റെ രോഗം മുഴുവൻ തടിച്ചിരിക്കുന്നത് കാരണം ഇത് തന്നെയാണ് ഈ അലർജിക് റൈനൈറ്റൈറ്റിസ്, അല്ലെങ്കിൽ ഈ സ്കിന്നിലുണ്ടാകുന്ന അർട്ടിക്കേറിയ. അതിന് പറയുന്നത് അർട്ടിക്കേറിയെന്ന്, ചൊറിഞ്ഞ് തടിച്ചങ്ങ് വല്ലാതാകും. അതിന് ശരീരം പെട്ടെന്ന് അലർജി മാറ്റാനുള്ള സിട്രിസൻ പോലുള്ള ഗുളികൾ കഴിക്കുക, അവൽ പോലെ ഗുളിക കഴിക്കുക.
ഡെക്സോണ അല്ലെങ്കിൽ അതിങ്ങനെ കോർട്ടിസോൺ ഇഞ്ചക്ഷൻ എടുക്കുക, പെട്ടെന്ന് അത് മാറുകയും ചെയ്യും. പക്ഷേ അത് ഒരു വിധിയല്ല, പ്രധാനപ്പെട്ട ഒരു വിധി. അതുകൊണ്ട് ഭക്ഷണം നമ്മൾ അനുയോജ്യമായ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. അത് ചിലർ ഭക്ഷണം ഏതും എടുത്ത് കഴിക്കുക, നമ്മുടെ ശരീരത്തിന് എതിരായുള്ള ഭക്ഷണങ്ങളായിരിക്കും കഴിക്കുക. അന്നേരം അറിയത്തില്ല എന്തും കഴിക്കുക എന്നുള്ളതാണ്. അതിൽ കൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെ പ്രധാനമായിട്ട് നമ്മൾ നിയന്ത്രിക്കുക. ലളിതമായ ഭക്ഷണങ്ങൾ, ചിലർ ഇറച്ചി ഭക്ഷണത്തിലുണ്ടാകുന്ന ഇറച്ചി കഴിച്ചതോടുകൂടെ തന്നെ അതിന് കൂടെ കട്ട തൈര് കഴിക്കാറുണ്ട്. തീർച്ചയായിട്ടും അതൊരു അലർജിയായി മാറും. നമ്മൾ കഴിക്കേണ്ട ആഹാരവും അതിന് കൂടെ കഴിക്കേണ്ട ആഹാരവും തമ്മിലുള്ള ഒരു ആനുപാതികമായിട്ടുള്ള ഒരു റേഷ്യോ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ കട്ടത്തൈര് അത് ഒരിക്കലും ഇറച്ചി കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കുന്ന സമയത്ത് കട്ടത്തൈര് ഒരിക്കലും കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ പുളിപ്പിച്ച നല്ലപോലെ പുളിപ്പിച്ച തൈരുണ്ട്, അതിൽ മോര് കാച്ചി നമ്മൾ ഉപയോഗിക്കാം. നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ, നമുക്കറിയാം കൊളസ്ട്രോളിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതിയിലാണ്. അവയെ നമുക്ക് ഇല്ലാതാക്കുന്നതിൻ്റെ ഈ മോരിൽ കൂടുതൽ മഞ്ഞൾ ചേർത്ത്, മഞ്ഞൾ നമുക്കറിയാമല്ലോ, മഞ്ഞളാണ് ഏറ്റവും വലിയ ആൻറ്റി അലർജിക് സാധനമാണ് മഞ്ഞൾ. മഞ്ഞളിൽ ധാരാളം ചേർത്ത് മോരി കാച്ചി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള അലർജി മാറിക്കിട്ടുന്നുള്ളതിന് 100% ഉറപ്പായിരിക്കണം. എൻ്റെ അനുഭവത്തിലുള്ളതാണ്. എത്രയോ ആൾക്കാർക്ക് നമ്മൾ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നല്ലോ, ഒരു കാരണവശാലും മരുന്നിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കാച്ചി മോരിൻ്റെ അകത്ത് കൂടുതലായിട്ട് മഞ്ഞൾ ചേർത്ത്, അതോടൊപ്പം തന്നെ കടുക് ധാരാളം ചേർക്കണം. ഉലുവായും കടുകും ചേർത്ത് നല്ലപോലെ കാച്ചി ആ മോര് കുടിച്ചാട്ട് നിങ്ങൾക്ക് 6 മാസം സ്ഥിരമായിട്ട് കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ കംപ്ലീറ്റ് മാറിയിരിക്കുന്നുള്ള 100% ഞാൻ ഉറപ്പ് തരുന്നു. എൻ്റെ അനുഭവത്തിലാണ്. ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അവർ കഴിച്ച് കൊളസ്ട്രോൾ കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. കൊളസ്ട്രോളിന് പ്രത്യേകിച്ച് മരുന്നിൻ്റെ ആവശ്യമില്ലെന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, സമയം പരിധി കുറവുണ്ട് എങ്കിൽ പോലും നമ്മൾ ഈ ഷുഗർ, നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ഷുഗർ ഇല്ലെങ്കിൽ പറ്റത്തില്ല. ഷുഗർ കുറഞ്ഞാലും ദോഷം, ഷുഗർ കൂടിയാലും നമുക്ക് ദോഷമായി മാറും. ഈ ഷുഗർ കൂടുതലായിട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഭക്ഷണത്തിലുള്ള സ്റ്റാർച്ചിൻ്റെ അംശം കുറയ്ക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഈ അരിയാഹാരം ഒരു കണക്കിന് ഒരു പരിധി വരെ നമുക്ക് കഴിക്കുക എന്നുള്ളതല്ലാതെ അമിതമായി ചെന്നാൽ നമുക്ക് ഷുഗർ ഉണ്ടാകാൻ ഒരു നല്ലൊരു കാരണം ഈ അരിയാഹാരം മാത്രമാണ്. കഴിവതും ഡയറക്റ്റ് അരിയാഹാരം കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ അതിന് പകരം എത്രയോ ധാന്യങ്ങൾ നമ്മൾ കഴിക്കാൻ പറ്റും. പൊടിച്ച് കഴിക്കുന്ന ധാന്യങ്ങൾ, അതായത് ഈ ഉലുവ ചേർത്ത് ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ സൂചി ഗോതമ്പ് നല്ലൊരു ശരീരത്തിന് നല്ലതാണ്. അതുപോലെ അമിതമായ തടിയുള്ളവർക്കൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഈ അരിയാഹാരം ഒന്ന് മാറ്റി നോക്കുക, നിങ്ങളുടെ തടിയും കുറയും, നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുകയും ചെയ്യും. ഞാൻ 56 വർഷമായിട്ട് എനിക്കും ഡയബറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത സമയത്ത് എൻ്റെ ബ്ലഡിൻ്റെ ഞാൻ HbA1c നോക്കിയപ്പം വളരെ തീരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ അരിയാഹാരം തുടത്തേയില്ല. വല്ലപ്പോഴും ഞാൻ ഒരു പക്ഷേ എവിടെയെങ്കിലും പോകുമ്പോൾ അല്പം കഴിക്കുന്നുള്ളതല്ലാതെ സ്ഥിരമായിട്ട് അരിയാഹാരം കഴിക്കാത്തത് കൊണ്ട് എൻ്റെ ശരീരത്തിന് ആരോഗ്യമുണ്ട്, എൻ്റെ വയറ് വയറ് കുറയുന്നുണ്ട്. ഒരുപാട് പ്രയോജനം നമുക്ക് ഇതിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് കിട്ടിയ വിഷയം അലർജിക്കാണ്, ഈ തുമ്മലാണ്. ഈ കാലാവസ്ഥയോടുകൂടി ചേർന്ന് നേരം വെളുക്കുമ്പോൾ നമ്മൾ തുമ്മി നടക്കുന്നതും മൂക്കൊലിപ്പും ഇതൊരു പ്രത്യേക രീതിയിലുള്ള അതിൽ നിന്ന് നമുക്കൊരു വിമുക്തി നേടാൻ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഉപകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.